ശുഭ്മാൻ ഗില്ലിൻ്റെ വളരെ എന്താ പറയുക, ഒരു ബാലിശമായുള്ളൊരു ഷോട്ട് പോലെയാണ് അത്. ഫൈനൽ പോലുള്ള ഒരു മത്സരത്തിൽ ഇത്തരത്തിലുള്ളൊരു ഷോട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അദ്ദേഹം ഒരു ക്യാപ്റ്റനാണ്. അലക്ഷ്യമായിട്ടുള്ളൊരു ഷോട്ടായിരുന്നു. അതിന് മുമ്പ് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ സ്റ്റെപ്പ് ഔട്ട് ഷോട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അതെ. പക്ഷേ ഫൈനലാണ് ഇത്. അതായത് ഇതിനപ്പുറം വേറൊരു മത്സരം, ഇത് ലീഗ് ഘട്ടത്തിൽ. ഏതാണ്ട് 2005 ഇതേ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നമുക്ക് നിരാശ നൽകിയ ഒരു ഷോട്ടുണ്ട്. അതെ, ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഷോട്ട്. അല്ല, ഇതിനിപ്പോൾ ശുഭ്മാൻ ഗിൽ, ഞാൻ ജസ്റ്റ് ശുഭ്മാൻ ഗില്ലിൻ്റെ ഫൈനലുകളിലെ സ്കോർ ഒന്ന് പരിശോധിച്ചു. ശുഭ്മാൻ ഗില്ലിൻ്റെ ഫൈനലുകളിലെ സ്കോർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഫൈനലുകളിലൊക്കെയും പരാജയമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രം പറയുന്നത്. അതിനൊപ്പം ആ ചരിത്രം ഇന്നും ആവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ അണ്ടർ 19 വേൾഡ് കപ്പ് ഫൈനലിൽ അദ്ദേഹം നേടിയത് 15 റൺസാണ്. അതായത് ആ ഫൈനലിൽ. അതിനുശേഷം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ 2021 അദ്ദേഹത്തിൻ്റെ സ്കോറുകൾ 15ഉം 8ഉമാണ് 2 ഇന്നിങ്സുകളിൽ. അതിനുശേഷം 2023 ഇന്ത്യ വീണ്ടും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കോറുകൾ 13ഉം 18ഉമാണ്. പിന്നീട് 2023 ലോകകപ്പ്, നമ്മൾ രോഹിത് ശർമ്മയുടെ ഇത് പറഞ്ഞതുപോലെ തന്നെ 2023 ലോകകപ്പ് ഫൈനലിൽ അദ്ദേഹത്തിൻ്റെ സ്കോർ 4 റൺസാണ്. പിന്നെയുള്ളത് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലാണ്, അദ്ദേഹം 31 റൺസ് നേടി, താരതമ്യേന ഓക്കെ. പിന്നെയുള്ളത് IPL ഫൈനൽ 2021 IPL ഫൈനലിൽ അദ്ദേഹം നേടിയത് 51 റൺസാണ്. പക്ഷേ അതിന് അദ്ദേഹം എടുത്ത പന്തുകളാവട്ടെ 47 പന്തുകളാണ്. ഇപ്പോൾ ഈ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ 8 പന്തിൽ 10 റൺസ് എടുത്ത് അദ്ദേഹം പുറത്താവുകയും ചെയ്തു. അപ്പോൾ അങ്ങനൊരു വലിയൊരു ഒരു ക്യാപ്റ്റൻസി എന്ന രീതിയിൽ ഉപരി ഈ ഫൈനലുകളിൽ പരാജയപ്പെടുന്ന ഒരു ശുഭ്മാൻ ഗില്ലിനെയാണ് നമ്മൾ ഈ മുമ്പും കണ്ടിട്ടുള്ളത്. അതേ സംഭവം തന്നെ ഇവിടെ ആവർത്തിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.